എല്ലാറ്റിനും ഉപരി വട്ടശ്ശേരിൽ മെത്രാൻ മാർ അബ്ദുള്ള പാത്രീർക്കീസിനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു എന്ന് താമസിയാതെ ചർച്ച ചെയ്യുന്നതായിരിക്കും. സ്ഥാന അധികാര ഇച്ഛ മൂലം അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ സ്വയം ഉണ്ടായ ചിന്തകൾ മൂലമോ വഴിതെറ്റിപ്പോയി എന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി ഏറ്റവും വലിയൊരു കാരണം അവിടെ കിടക്കുന്നതാണ് വട്ടിപ്പണം എന്നതിൻ്റെ പലിശ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പി.ടി. ഗീവർഗീസ് അച്ഛൻ്റെ ഉപദേശവും അതിബുദ്ധിയും കൗശലവും കൂടെ വട്ടശ്ശേരിൽ മെത്രാനെ ഉത്തേജിപ്പിച്ചിരുന്ന ഒരു വസ്തുതയാണ്. അതുകൂടാതെ സമുദായ പ്രമാണിമാരുടെ വ്യക്തി താല്പര്യങ്ങളും ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടായിരുന്നു. ഇവ സൃഷ്ടിച്ച ജലപ്പെരുപ്പത്തിൽ ഒഴുകപ്പെട്ടുപോയ ഒരു വ്യക്തിത്വം എന്ന് മാത്രമേ നിഷ്പക്ഷമായി ഇദ്ദേഹത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്നു. അദ്ദേഹത്തിന്റെ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്ത് ഉള്ള പേര് വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് എന്നായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മുടക്കപ്പെട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ്, ചെറിയ കാര്യമല്ല. ഫോർ എ ബിഷപ്പ് ടു ബി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഇസ് എ സീരിയസ് മാറ്റർ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പിൻചരിത്രം നോക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുകയാണ്. 1908 മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മാർ ദീവന്നാസ്യോസ് പ്രായാധിക്യത്താൽ തനിക്ക് ഒരു പിൻഗാമിയെ നിയോഗിക്കുന്നതിന് വേണ്ടി വട്ടശ്ശേരിൽ ഗീവർഗീസ് റംബാൻ, തൊഴുപ്പാടൻ പൗലോസ് റംബാൻ എന്നീ 2 പേരെ മെത്രാൻ പട്ടം സ്വീകരിക്കുവാനായി സിറിയയിലേക്ക് അയച്ചു. പക്ഷേ അതിനു മുൻപ് തന്നെ വട്ടശ്ശേരിൽ മെത്രാൻ തന്റെ ഉപദേശകനായ പി.ടി. ഗീവർഗീസ് അച്ഛൻ, തൽപരകക്ഷികളായ ചില സമുദായ നേതാക്കന്മാർ മുതലായവർ ഒത്തുകൂടി അന്ത്യോഖ്യയിൽ നിന്നും മലങ്കരയെ വേർപെടുത്തുവാൻ നിശ്ചയിച്ചുകൊണ്ട് ഒരു ഭയങ്കര പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി യെരുശലേമിൽ വെച്ച് വട്ടശ്ശേരിൽ മെത്രാൻ അബ്ദുള്ള പാത്രീർക്കീസിനോട് തന്നെ മലങ്കര മെത്രാപ്പോലിത്ത ആക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ബാവ അതിന് വിസമ്മതിച്ചു. കാരണം ഹുദായ കാനൂൻ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം ഒരാൾ ജീവിച്ചിരിക്കെ പിൻഗാമിയെ അവരോധിക്കുവാൻ അനുവാദമില്ല. ഇതിൽ തന്റെ പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് കണ്ട് മെത്രാന് ബാവായോട് അന്ന് മുതൽ വിദ്വേഷമായി. ഇത് മുതൽ വട്ടശ്ശേരി മെത്രാനും പി.ടി. ഗീവർഗീസ് അച്ഛനും കൂട്ടരും സഭയ്ക്ക് വിനാശകരമായ പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞു. ഒന്നാമതായി, മെത്രാൻ പട്ടം ഏറ്റ ശേഷം താൻ പാത്രീർക്കീസിന് കൊടുക്കേണ്ടതായ രജിസ്റ്റേർഡ് ഉടമ്പടി നാട്ടിൽ ചെന്നിട്ട് അയച്ചു തരാമെന്ന വാഗ്ദത്തം ചെയ്തെങ്കിലും അത് അദ്ദേഹം കൊടുക്കുകയുണ്ടായില്ല. രണ്ടാമതായി, 1909 വലിയ മാർ ദീവന്നാസ്യോസ് മെത്രാപ്പോലിത്ത അന്തരിച്ചു. 40-ാം ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ തന്റെ വിഘടിത പാർട്ടിക്കാരുടെ മാത്രം പിന്തുണയോടെ വട്ടശ്ശേരിൽ മെത്രാനെ മലങ്കര മെത്രാപ്പോലിത്ത ആയി പ്രഖ്യാപിച്ചു. മൂന്നാമതായി, മണിക്കൂറുകൾക്കകം മെത്രാൻ ജനങ്ങൾ തന്നെ മലങ്കര മെത്രാപ്പോലിത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അങ്ങനെ നിയമിച്ചു തരണം എന്ന് പാത്രീർക്കീസ് ബാവായ്ക്ക് ടെലിഗ്രാം അയച്ചു. വിഘടിതരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ടെലിഗ്രാം വഴിയായി തന്നെ ബാവ അത് അനുവദിച്ചു കൊടുത്തു. എങ്കിലും ഒരു നിഷ്കർഷ വെച്ചിരുന്നു: ഇനിയും ക്ഷമയോടെ ഇരിക്കുക, ഞാൻ ഉടനെ മലങ്കരയിലേക്ക് വന്ന് മലങ്കര മെത്രാപ്പോലിത്തായി അവരോധിക്കുന്നത് വരെ മെത്രാപ്പോലിത്തായ്ക്ക് അടുത്ത് കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്ന്. പക്ഷെ ഈ നിരോധനത്തെ തള്ളി മത്സരബുദ്ധിയോടെ മെത്രാൻ അധികാരം മുഴുവനും തന്റെ കൈക്കലാക്കി. 3 പേരുടെ കയ്യിൽ ഇരിക്കേണ്ട പഴയ സെമിനാരിയുടെ മേൻബോട്ട് മുറിയുടെ 3 താക്കോലുകളും അദ്ദേഹം കൈക്കലാക്കി. ഇടവക വസ്തു രഹസ്യമായി വിൽക്കുകയും അതിന് കിട്ടിയ പണം തന്റെ ബന്ധുവിന് കൊടുക്കുകയും ചെയ്തു. അബ്ദുള്ള പാത്രീർക്കീസ് ബാവ താമസിയാതെ, അതായത് 1910 മലങ്കരയിൽ വന്നപ്പോൾ മലങ്കര മെത്രാപ്പോലിത്തായുടെ സ്ഥാനാരോഹണ ചടങ്ങിനായി ജനം തയ്യാറെടുക്കവേ മെത്രാനും കൂട്ടരും ചേർന്ന് അന്നത്തെ മുഖ്യ മാധ്യമങ്ങളിൽ കൂടി പാത്രീർക്കീസ് അധികാരവും പണവും മലങ്കരയിലെ വസ്തുവകകളും തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്, ഇതാ ഇടവകകൾ തോറും കയറിയിറങ്ങി ആധാരങ്ങൾ മാറ്റി എഴുതിക്കുന്നു എന്നു തുടങ്ങിയ ഏറ്റവും നികൃഷ്ടമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാൻ തുടങ്ങി. നിരന്തരവും രൂക്ഷിതവുമായ ദുഷ്പ്രചരണം നല്ലവരായ സഭാ മക്കളെ പോലും സംശയത്തിൽ കുരുക്കിക്കളഞ്ഞു. മെത്രാന്റെയും കൂട്ടരുടെയും നശീകരണ ചെയ്തികൾ കണ്ട് സഭ വലിയ ആപത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കി
ബഹുഭൂരിഭാഗം ജനങ്ങളും മെത്രാനെയും കൂട്ടരെയും തള്ളിക്കളഞ്ഞ് അവർക്ക് എതിരായി നിലകൊണ്ടു. ഇതോടെ ഇതുവരെ ഒറ്റക്കെട്ടായി നിന്നിരുന്ന മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ മെത്രാൻ കക്ഷിയെന്നും പാത്രിയർക്കീസ് കക്ഷിയെന്നും രണ്ട് ചേരിയായി തിരിഞ്ഞു. നോക്കുക, അതുവരെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ്കാർ എന്നായിരുന്നു ഈ സഭയെ വിളിച്ചിരുന്നത്. ഇതിന് രേഖാമൂലമായ പല തെളിവുകളുണ്ട്. അതിലേക്ക് കടക്കുവാൻ ഇപ്പോൾ സമയമില്ല. ഇനി ഒരിക്കൽ 19-ാം നൂറ്റാണ്ടിലെ മിക്കവാറും എല്ലാ എഴുത്തുകുത്തുകളിലും മലങ്കര മെത്രാപ്പൊലീത്തമാരോ അല്ലെങ്കിൽ അന്നത്തെ മാർത്തോമ 7-ാമൻ 8-ാമൻ 9-ാമൻ ഇവരുടെ എല്ലാം എഴുത്തുകളിലും സ്വയം വിശേഷിപ്പിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനിക്കാർ അല്ലെങ്കിൽ യാക്കോബായ സുറിയാനി സഭ എന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ മുഴുവനും സഭയുടെ ഔദ്യോഗികമായ സെൽഫ് റെഫറൻഷ്യൽ നെയിം, സ്വയം വിശേഷിപ്പിക്കുന്ന പദം യാക്കോബായ സുറിയാനിക്കാർ എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം 1911 ഓഗസ്റ്റിൽ വിശ്വാസികളുടെ അപേക്ഷ പ്രകാരം മെത്രാന്റെ അധികാര വിന്യാസത്തിന് തടയിട്ട് സഭയെ രക്ഷിക്കുവാൻ നിർബന്ധിതനായ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം അനധികാരിയുമായി പിടിച്ചെടുത്ത് മലങ്കരയിലെ ചട്ടങ്ങളെ മേൽകീഴായി മറിച്ച വട്ടശ്ശേരിൽ മെത്രാനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മുടക്കി എന്ന് സാരം. ഉടനെ തന്നെ സഭയുടെ സുന്നതദോസ് കൂടി ഈ മുടക്ക് അംഗീകരിക്കുകയും പൗലോസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയെ മലങ്കര മെത്രാൻ ആയി അവരോധിക്കുകയും ചെയ്തു. ഇത്രയുമാണ് മുടക്ക് വരെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്റോറിക്കൽ പോയിന്റ്സ്.